പകലും രാത്രിയുമില്ലാത്ത ലോകത്ത് അന്യഗ്രഹജീവികൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് ശാസ്ത്രജ്ഞർ എന്തുകൊണ്ടാണ് പറയുന്നത്? ഭൂമിയിൽ പകലിന്റെയും രാത്രിയുടെയും ചക്രം ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ പ്രപഞ്ചത്തിലെ മറ്റു ഗ്രഹങ്ങളിൽ ഇത്തരം ചക്രങ്ങൾ ഇല്ലാത്തിടത്തും ജീവൻ നിലനിൽക്കാൻ സാധ്യതയുണ്ടെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ആദ്യം, ഭൂമിയിൽ പകലും രാത്രിയും എന്തുകൊണ്ടാണ് ജീവന് അത്യാവശ്യമെന്ന് മനസ്സിലാക്കാം. ഭൂമി 24 മണിക്കൂറിൽ ഒരിക്കൽ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു. ഇത് പകലിന്റെയും രാത്രിയുടെയും ചക്രം സൃഷ്ടിക്കുന്നു. ഈ ചക്രം നമ്മുടെ ശരീരത്തിലെ സിർക്കാഡിയൻ താളത്തെ നിയന്ത്രിക്കുന്നു. ഒരു ആന്തരിക ഘടികാരം, അത് ഉറക്കം, ഉണർവ്, ശരീര താപനില, ഹോർമോൺ ഉൽപാദനം, പോലും രോഗപ്രതിരോധ ശേഷി എന്നിവയെ സ്വാധീനിക്കുന്നു. ഉദാഹരണത്തിന്, രാവിലെ വാക്സിൻ എടുക്കുന്നവർക്ക് ഉച്ചയ്ക്ക് എടുക്കുന്നവരെ അപേക്ഷിച്ച് കൂടുതൽ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായി 2023 ഒരു നേച്ചർ ഇമ്മ്യൂണോളജി പഠനം കണ്ടെത്തി. ഇത് സിർക്കാഡിയൻ താളത്തിന്റെ ശക്തി വ്യക്തമാക്കുന്നു. എന്നാൽ ഭൂമിയിൽ തന്നെ പകലും രാത്രിയും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ജീവൻ നിലനിൽക്കുന്നുണ്ട്. ആഴക്കടലിന്റെ അടിത്തട്ടിൽ, സൂര്യപ്രകാശം എത്താത്ത ഇരുട്ടിൽ, ചൂടുള്ള നീരുറവകൾക്ക് ചുറ്റും ജീവിക്കുന്ന ചെമ്മീനുകളും കക്കകളുമുണ്ട്. ഗുഹകളിൽ നഗ്ന എലികൾ, നേക്കഡ് മോൾ റാറ്റ്സ് പൂർണ്ണമായ ഇരുട്ടിൽ ജീവിക്കുന്നു. ഇവയ്ക്ക് സിർക്കാഡിയൻ താളം ഇല്ല, പക്ഷേ താപനിലയിലെ മാറ്റങ്ങളോ വേലിയേറ്റ ചക്രങ്ങളോ പോലുള്ള മറ്റു സൂചനകൾ ഉപയോഗിച്ച് ജീവിതം നിലനിർത്തുന്നു. ഇത് ഒരു ചോദ്യം ഉയർത്തുന്നു: പകലും രാത്രിയും ഇല്ലാത്ത ഗ്രഹങ്ങളിൽ ജീവൻ എങ്ങനെ സാധ്യമാകും? നമ്മുടെ ഗാലക്സി ക്ഷീപം 100 മുതൽ 400 ബില്യൺ വരെ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇതിൽ 70% എൻഡ്വാർഫ് എന്നറിയപ്പെടുന്ന ചെറിയ, തണുത്ത, ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങളാണ്. 2013 എയാസയുടെ കെപ്ലർ ടെലിസ്കോപ്പ് നടത്തിയ ഒരു എക്സോപ്ലാനറ്റ് സർവേ പ്രകാരം ഈ എൻഡ്വാർഫ് നക്ഷത്രങ്ങളിൽ 41% അവയുടെ ഗോൾഡിലോക്സ് മേഖലയിൽ ഗ്രഹങ്ങളെ ഉൾക്കൊള്ളുന്നു. ഈ മേഖലയിൽ ദ്രാവക ജലം നിലനിൽക്കാൻ അനുയോജ്യമായ താപനിലയുണ്ട്, ജീവന്റെ അടിസ്ഥാന ഘടകമായ ജലം. 2025 ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ജെയിംസ് വെബ് സ്പേസ് കോൺവേ ഡാറ്റയിൽ നിന്ന് ക്ഷീരപഥത്തിൽ 10 ബില്യൺ ഗ്രഹങ്ങൾ ജീവന് സാധ്യതയുള്ള മേഖലയിൽ ഉണ്ടായേക്കാം. എന്നാൽ ഈ ഗ്രഹങ്ങളിൽ ഭൂമിയെപ്പോലുള്ള പകൽരാത്രി ചക്രം ഇല്ല. എൻഡ്വാർഫ് നക്ഷത്രങ്ങൾ സൂര്യനേക്കാൾ തണുത്തതിനാൽ അവയുടെ ജീവന് സാധ്യതയുള്ള മേഖല വളരെ അടുത്താണ്. ഇത് ഗ്രഹങ്ങളെ ടൈഡൽ ലോക്കിംഗ് എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. ടൈഡൽ ലോക്കിംഗ് എന്നാൽ ഗ്രഹത്തിന്റെ ഒരു വശം എപ്പോഴും നക്ഷത്രത്തെ അഭിമുഖീകരിക്കുന്നു, മറുവശം എപ്പോഴും ഇരുട്ടിൽ നിൽക്കുന്നു. ചന്ദ്രൻ ഭൂമിയുമായി ടൈഡൽ ലോക്ക് ചെയ്തിരിക്കുന്നതുപോലെ നമുക്ക് ചന്ദ്രന്റെ ഒരു വശം മാത്രമേ കാണാൻ കഴിയൂ. ഇതുപോലെ എമെർത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഈ ഗ്രഹങ്ങളിൽ പകലും രാത്രിയും എന്ന സങ്കല്പമില്ല. ടൈഡൽ ലോക്കിംഗ് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. എൻഡ്വാർഫ് നക്ഷത്രത്തിന്റെ ഗുരുത്വാകർഷണ ബലം ഗ്രഹത്തിന്റെ അടുത്ത വശത്ത് കൂടുതൽ ശക്തമാണ്, വിദൂര വശത്ത് കുറവും. ഇത് ഗ്രഹത്തിന്റെ ഭ്രമണവേഗയെ മന്ദഗതിയിലാക്കുന്നു, ഒടുവിൽ അത് നക്ഷത്രവുമായി സമന്വയിക്കുന്നു. ഫലമായി ഒരു എമെർത്ത് ഗ്രഹത്തിന്റെ ഒരു അർദ്ധഗോളം എപ്പോഴും തീവ്രമായ വെളിച്ചത്തിലും ചൂടിലും ആയിരിക്കും. ഇതിനെ ഡേ സൈഡ് എന്ന് വിളിക്കാം. മറുവശം നൈറ്റ് സൈഡ് എപ്പോഴും തണുപ്പും ഇരുട്ടും നിറഞ്ഞതായിരിക്കും. ഈ ഗ്രഹങ്ങളുടെ ഒരു വർഷം അവയുടെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യത്തിന് തുല്യമാണ്. ഉദാഹരണത്തിന്, പ്രോക്സിമ സെന്റൗറി ബി എന്ന എമെർത്ത് ഗ്രഹം നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്രവ്യവസ്ഥയായ ആൽഫ സെന്റൗറിയിൽ 4.24 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്നു. 2016 കണ്ടെത്തിയ ഈ ഗ്രഹം ടൈഡൽ ലോക്ക് ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് 2024 ജെയിംസ് വെബ് സ്പേസ് കോൺവേ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ഡേ സൈഡ് 70 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാകാം, നൈറ്റ് സൈഡ് 100 ഡിഗ്രി സെൽഷ്യസ് വരെ തണുക്കാം. ഇത്രയും തീവ്രമായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടും ജീവൻ എങ്ങനെ നിലനിൽക്കും? ടൈഡൽ ലോക്ക് ഗ്രഹങ്ങളിൽ ജീവൻ സാധ്യമാകുന്നതിന്റെ ഒരു പ്രധാന കാരണം അവയുടെ അന്തരീക്ഷമാണ്. 2025 ഒരു ആസ്ട്രോഫിസിക്കൽ ജേർണൽ പഠനം പറയുന്നത്, ഇത്തരം ഗ്രഹങ്ങൾക്ക് ശക്തമായ ഒരു അന്തരീക്ഷമുണ്ടെങ്കിൽ അത് ചൂടിനെ ഡേ സൈഡിൽ നിന്ന് നൈറ്റ് സൈഡിലേക്ക് വിതരണം ചെയ്യുമെന്നാണ്. ഈ പ്രക്രിയയിൽ വേഗതയേറിയ കാറ്റുകളും അന്തരീക്ഷ തരംഗങ്ങളും ഉണ്ടാകാം, ഭൂമിയിലെ ജെറ്റ് സ്ട്രീം കാറ്റിന് സമാനമായി. ഉദാഹരണത്തിന്, പ്രോക്സിമ സെന്റൗറി ബിയിൽ വെള്ളമുണ്ടെങ്കിൽ ഡേ സൈഡിൽ മിന്നലുകളോടുകൂടിയ കട്ടിയുള്ള മേഘങ്ങൾ രൂപപ്പെടാം, നൈറ്റ് സൈഡിൽ മഞ്ഞുള്ള മഴ പെയ്യാം. ഈ കാറ്റുകളും മേഘങ്ങളും താപനില, ഈർപ്പം, മഴ എന്നിവയിൽ ചക്രങ്ങൾ സൃഷ്ടിക്കാം, പകലിനും രാത്രിക്കും പകരം. 2023 ഒരു നേച്ചർ അസ്ട്രോണമി പഠനം സൂചിപ്പിക്കുന്നത് ഈ ചക്രങ്ങൾ ഓരോ ഗ്രഹത്തിനും 10 മുതൽ 100 ഭൗമ ദിനങ്ങൾ വരെ ദൈർഘ്യമുള്ളതായിരിക്കാം എന്നാണ്. ഈ ചക്രങ്ങൾ ഗ്രഹത്തിന്റെ ഭ്രമണവുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് അന്തരീക്ഷത്തിന്റെ ചലനാത്മകതയെ ആശ്രയിച്ചാണ്. ഇത് ജീവികൾക്ക് പകൽരാത്രി ചക്രത്തിന് പകരം മറ്റൊരു താളം നൽകാം. ഭൂമിയിൽ ആഴക്കടലിലെ ജീവികൾ വേലിയേറ്റ ചക്രങ്ങളുമായി യോജിച്ച് ജീവിക്കുന്നു. മനുഷ്യന്റെ കുടലിലെ ബാക്ടീരിയകൾ മെലറ്റോണിൻ എന്ന ഹോർമോണിന്റെ വ്യതിയാനങ്ങളുമായി സമന്വയിക്കുന്നു, ഇത് ഇരുട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഉദാഹരണങ്ങൾ കാണിക്കുന്നത് വെളിച്ചം ഇല്ലാത്തിടത്തും ജീവന് മറ്റു സൂചനകൾ ഉപയോഗിച്ച് താളം കണ്ടെത്താമെന്നാണ്.
എമേർത്ത് ഗ്രഹങ്ങളിൽ താപനിലയിലെ മാറ്റങ്ങൾ, ഈർപ്പത്തിന്റെ വ്യതിയാനങ്ങൾ, രാസമാറ്റങ്ങൾ എന്നിവ ജീവന്റെ ബയോറിഥമുകളെ നിർണ്ണയിക്കാം. ഇനി അന്യഗ്രഹജീവികൾ എങ്ങനെ പരിണമിച്ചേക്കാമെന്ന് ചിന്തിക്കാം. ഭൂമിയിൽ സിർക്കാഡിയൻ താളം ജീവികളെ ഉറങ്ങാനും പുനരുജ്ജനനത്തിനും സഹായിക്കുന്നു. എന്നാൽ ടൈഡൽ ലോക്ക് ഗ്രഹങ്ങളിൽ ജീവികൾക്ക് ഉറക്കം ആവശ്യമില്ലാത്ത രീതിയിൽ പരിണമിക്കാമെന്ന് 2024 ഒരു ആസ്ട്രോബയോളജി ജേണൽ പഠനം സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, ഡേസൈഡിൽ തീവ്രമായ ചൂടിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഊർജം സംഭരിക്കാൻ കഴിവുള്ള ഒരു ജൈവരാസവിനിമയ സംവിധാനം ഉണ്ടായേക്കാം. നൈറ്റ് സൈഡിലേക്ക് കുടിയേറി വിശ്രമിക്കാം. മറ്റൊരു സിദ്ധാന്തം ട്വിലൈറ്റ് സോൺ എന്ന സങ്കല്പമാണ്. ഡേസൈഡിനും നൈറ്റ് സൈഡിനും ഇടയിലുള്ള ഈ മേഖലയിൽ താപനില മിതമായിരിക്കും. ദ്രാവക ജലം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. 2025 ജെയിംസ് വെബ്സ് കോൺവേ ഒരു നിരീക്ഷണം ട്രാപ്പസ്റ്റ്-1 സിസ്റ്റത്തിലെ ഗ്രഹങ്ങളിൽ ഈ ട്വിലൈറ്റ് സോൺ ജീവന് അനുയോജ്യമായേക്കാമെന്ന് കണ്ടെത്തി. ഇവിടെ ജീവികൾക്ക് സ്ഥിരമായ ഒരു പരിസ്ഥിതിയിൽ പകൽരാത്രി ചക്രമില്ലാതെ പരിണാമം സംഭവിക്കാം. ചില ശാസ്ത്രജ്ഞർ വാദിക്കുന്നത് ജീവന് ഊർജം ഉപയോഗിക്കുന്നതിനു പകരം കെമോസിന്തസിസ് എന്ന രീതി ഉപയോഗിച്ചേക്കാമെന്നാണ്. ഭൂമിയിലെ ആഴക്കടൽ ജീവികൾ സൂര്യപ്രകാശത്തിന് പകരം ചൂടുള്ള നീരുറവകളിലെ രാസവസ്തുക്കളെ ആശ്രയിക്കുന്നതുപോലെ എമേർത്ത് ഗ്രഹങ്ങളിൽ ജീവികൾക്ക് സമാനമായ ഊർജ സ്രോതസ്സുകൾ ഉപയോഗിച്ച് ജീവിക്കാൻ കഴിഞ്ഞേക്കാം. ഈ രീതിയിൽ വെളിച്ചത്തിന്റെ ആവശ്യമില്ലാതെ ഗ്രഹത്തിന്റെ ഭൂഗർഭത്തിലെ ചൂടോ രാസവസ്തുക്കളോ ജീവന്റെ അടിസ്ഥാനമാകാം. 2025 ഒരു പ്ലാനറ്ററി സയൻസ് ജേർണൽ പഠനം മറ്റൊരു രസകരമായ സാധ്യത മുന്നോട്ടുവെക്കുന്നു: പാൻസ്പെർമിയ എന്ന സിദ്ധാന്തം. ഈ സിദ്ധാന്തം പറയുന്നത് ജീവന്റെ സൂക്ഷ്മരൂപങ്ങൾ ഉൽക്കകളിലൂടെയോ വാൽനക്ഷത്രങ്ങളിലൂടെയോ ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് എത്താമെന്നാണ്. ടൈഡൽ ലോക്ക് ഗ്രഹങ്ങളിൽ ജീവൻ ആരംഭിക്കാൻ ഈ രീതി ഒരു തുടക്കമാകാം. ഉദാഹരണത്തിന്, പ്രോക്സിമ സെന്റൗറി ബിയിൽ ജലമുണ്ടെങ്കിൽ ഒരുപക്ഷെ ഭൂമിയിൽ നിന്നോ മറ്റൊരു ഗ്രഹത്തിൽ നിന്നോ എത്തിയ സൂക്ഷ്മജീവികൾ അവിടെ പരിണമിച്ചേക്കാം, പകൽരാത്രി ചക്രമില്ലാത്ത ഒരു പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ട്. ടൈഡൽ ലോക്ക് ഗ്രഹങ്ങളുടെ അന്തരീക്ഷവും ജീവന്റെ സാധ്യതയെ സ്വാധീനിക്കുന്നു. 2024 ഒരു നേച്ചർ ജിയോസയൻസ് പഠനം കണ്ടെത്തിയത് എമേർത്ത് ഗ്രഹങ്ങൾക്ക് കട്ടിയുള്ള അന്തരീക്ഷമുണ്ടെങ്കിൽ അത് ഡേസൈഡിന്റെ തീവ്രമായ ചൂടിനെ നൈറ്റ് സൈഡിലേക്ക് വിതരണം ചെയ്യുമെന്നാണ്. ഈ അന്തരീക്ഷ ചലനം ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ ടെർമിനേറ്റർ സോൺ എന്ന ഒരു മേഖല സൃഷ്ടിക്കാം. ഡേസൈഡിനും നൈറ്റ് സൈഡിനും ഇടയിലുള്ള ഈ പ്രദേശം മിതമായ താപനിലയും ജലത്തിന്റെ സാന്നിധ്യവും ഉള്ളതാകാം. ട്രാപ്പസ്റ്റ്-1 സിസ്റ്റത്തിലെ ഗ്രഹങ്ങൾ 40 പ്രകാശവർഷം അകലെയുള്ള എൻഡ്വാർഫ് നക്ഷത്രത്തെ ചുറ്റുന്നവ ഈ ടെർമിനേറ്റർ സോണിന്റെ ഉദാഹരണമാണ്. 2025 ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഡാറ്റ പ്രകാരം ട്രാപ്പസ്റ്റ്-1 എന്ന ഗ്രഹത്തിൽ ഈ മേഖലയിൽ ദ്രാവക ജലത്തിന്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ടെർമിനേറ്റർ സോണിൽ ജീവികൾ എങ്ങനെ പരിണമിക്കാം? ഒരു സാധ്യത ജീവികൾക്ക് ഫോട്ടോസിന്തസിസ് പോലുള്ള പ്രക്രിയയ്ക്ക് പകരം തെർമോസിന്തസിസ് എന്ന ഒരു രീതി ഉണ്ടായേക്കാം. ഭൂമിയിൽ സസ്യങ്ങൾ സൂര്യപ്രകാശം ഉപയോഗിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതുപോലെ ഈ ഗ്രഹങ്ങളിൽ ജീവികൾ ഡേസൈഡിന്റെ ചൂടോ ഭൂഗർഭ ചൂടുള്ള നീരുറവകളോ ഉപയോഗിച്ച് ഊർജ്ജം സൃഷ്ടിക്കാം. 2023 ഒരു ആസ്ട്രോബയോളജി പഠനം സൂചിപ്പിക്കുന്നത് ഇത്തരം ജീവികൾക്ക് സിലിക്കൺ അടിസ്ഥാനമാക്കിയ ജൈവരാസവിനിമയം ഉണ്ടായേക്കാമെന്നാണ്. കാർബൺ അടിസ്ഥാനമാക്കിയ ഭൂമിയിലെ ജീവനിൽ നിന്ന് വ്യത്യസ്തമായി. മറ്റൊരു സിദ്ധാന്തം മൈഗ്രേറ്ററി ലൈഫ് എന്നതാണ്. ഡേസൈഡിൽ ഊർജം ശേഖരിക്കുന്ന ജീവികൾ നൈറ്റ് സൈഡിലേക്ക് കുടിയേറി വിശ്രമിക്കാൻ പരിണമിച്ചേക്കാം. ഉദാഹരണത്തിന്, ഭൂമിയിൽ പക്ഷികൾ ഋതുക്കൾക്കനുസരിച്ച് കുടിയേറുന്നതുപോലെ ഈ ജീവികൾക്ക് ഗ്രഹത്തിന്റെ അന്തരീക്ഷ ചക്രങ്ങളുമായി യോജിച്ച് ചലനം നടത്താം. 2025 ഒരു എക്സോപ്ലാനറ്റ് റിസർച്ച് കോയനൽ ഈ സാധ്യത ചർച്ച ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ച് ഗ്രഹത്തിന്റെ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 1000 കിലോമീറ്റർ വരെ എത്താമെന്ന് കണ്ടെത്തിയപ്പോൾ. ഭൂമിയിൽ സിർക്കാഡിയൻ താളം ജീവന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. എന്നാൽ ടൈഡൽ ലോക്ക് ഗ്രഹങ്ങളിൽ ഈ താളം ഇല്ലെങ്കിൽ ജീവികൾ മറ്റു സൂചനകളെ ആശ്രയിക്കാം. 2024 ഒരു സെൽ ബയോളജി പഠനം കണ്ടെത്തിയത് ഭൂമിയിലെ ആഴക്കടൽ ജീവികൾ വേലിയേറ്റ ചക്രങ്ങളോ താപനില മാറ്റങ്ങളോ ഉപയോഗിച്ച് അവയുടെ ജീവതാളം നിയന്ത്രിക്കുന്നു എന്നാണ്. എമേർത്ത് ഗ്രഹങ്ങളിൽ അന്തരീക്ഷത്തിലെ കാറ്റിന്റെ ചക്രങ്ങൾ, മഴയുടെ തീവ്രത അല്ലെങ്കിൽ ഭൂഗർഭ രാസമാറ്റങ്ങൾ ഈ താളത്തിന് അടിസ്ഥാനമാകാം. ഉദാഹരണത്തിന്, പ്രോക്സിമ സെന്റൗറി ബിയിൽ ഡേസൈഡിൽ രൂപപ്പെടുന്ന മേഘങ്ങൾ മഴയായി നൈറ്റ് സൈഡിലേക്ക് എത്താം. ഈ മഴയുടെ ചക്രം ഒരുപക്ഷെ 50 ഭൗമദിനങ്ങൾ ദൈർഘ്യമുള്ളത് ജീവികൾക്ക് ഒരു സീസണൽ ക്ലോക്ക് നൽകാം. 2025 ഒരു തിയററ്റിക്കൽ ബയോളജി പഠനം സൂചിപ്പിക്കുന്നത് ഇത്തരം ദീർഘകാല ചക്രങ്ങൾ ജീവികളുടെ ജനിതക ഘടനയെ മാറ്റി ഉറക്കത്തിന് പകരം ഹൈബർനേഷൻ പോലുള്ള ഒരു അവസ്ഥയിലേക്ക് പരിണമിക്കാൻ ഇടയാക്കാമെന്നാണ്. മറ്റൊരു സാധ്യത ജീവികൾക്ക് സിർക്കാഡിയൻ താളം ആവശ്യമില്ലാത്ത ഒരു ജൈവവ്യവസ്ഥ ഉണ്ടായേക്കാം. ഭൂമിയിൽ നഗ്ന എലികൾക്ക് സൂര്യപ്രകാശമില്ലെങ്കിലും താപനിലയിലെ ചെറിയ മാറ്റങ്ങൾ അവയുടെ ജീവനാളികളെ നിയന്ത്രിക്കുന്നു.
എമർത്ത് ഗ്രഹങ്ങളിൽ ജീവികൾക്ക് കെമിക്കൽ ക്ലോക്കുകൾ ഉണ്ടായേക്കാം. ഗ്രഹത്തിന്റെ ഉപരിതലത്തിലെ രാസവസ്തുക്കളുടെ വ്യതിയാനങ്ങൾ അവയുടെ ജീവപ്രക്രിയകളെ നിയന്ത്രിക്കുന്നു. ഇതുവരെയുള്ള ഏറ്റവും പുതിയ ഗവേഷണങ്ങൾ ഈ ആശയങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ട്രാപ്പസ്റ്റ് 1 സിസ്റ്റത്തിലെ ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിൽ ജലബാഷ്പത്തിന്റെയും മീഥേന്റെയും സൂചനകൾ കണ്ടെത്തി. ഈ രാസവസ്തുക്കൾ ജീവന്റെ സാധ്യതയെ സൂചിപ്പിക്കാം, പക്ഷേ അവ ജൈവമോ അജൈവമോ എന്ന് ഇനിയും വ്യക്തമല്ല. 2025 മാർച്ചിൽ ഒരു നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് പഠനം പ്രസിദ്ധീകരിച്ചത് ടൈഡൽ ലോക്ക് ഗ്രഹങ്ങളിൽ അന്തരീക്ഷ റീസൈക്ലിംഗ് എന്ന പ്രക്രിയ ജലത്തെ നിലനിർത്താൻ സഹായിക്കുമെന്നാണ്. ഡേ സൈഡിൽ ബാഷ്പീകരിക്കുന്ന ജലം നൈറ്റ് സൈഡിൽ മഴയായി തിരിച്ചെത്തുന്നു. ഇന്ത്യയിലും ഈ മേഖലയിൽ ഗവേഷണം പുരോഗമിക്കുന്നു. സോയുടെ 2025 എക്സോ വേൾഡ്സ് പ്രോജക്ട് എൻഡ്വാർഫ് നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാൻ ഒരു പുതിയ ടെലിസ്കോപ്പ് വിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നു. ഈ പദ്ധതി ടൈഡൽ ലോക്ക് ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തെ കൂടുതൽ വിശദമായി പഠിക്കാൻ ലക്ഷ്യമിടുന്നു. ഈ കണ്ടെത്തലുകൾ പകലും രാത്രിയുമില്ലാത്ത ലോകങ്ങളിൽ ജീവന്റെ സാധ്യതയെ കൂടുതൽ വ്യക്തമാക്കുന്നു. ഇനി അന്യഗ്രഹജീവികൾ എങ്ങനെയായിരിക്കുമെന്ന് ഭാവനയിൽ കാണാം. ഒരുപക്ഷെ ഡേ സൈഡിൽ തീവ്രമായ ചൂടിനെ അതിജീവിക്കാൻ അവയ്ക്ക് ഒരു പ്രത്യേക തൊലിയുണ്ടായേക്കാം, ചൂടിനെ പ്രതിഫലിപ്പിക്കുന്നതും ഊർജമായി പരിവർത്തനം ചെയ്യുന്നതും. നൈറ്റ് സൈഡിൽ തണുപ്പിനെ ചെറുക്കാൻ അവയ്ക്ക് ബയോലൂമിനസെൻസ്, സ്വന്തം വെളിച്ചം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടായേക്കാം, ഭൂമിയിലെ ആഴക്കടൽ മത്സ്യങ്ങളെപ്പോലെ. 2024 ഒരു സ്പെക്യുലേറ്റീവ് ബയോളജി കോയനൽ ശാസ്ത്രജ്ഞർ ഈ സാധ്യത ചർച്ച ചെയ്തു. ജീവികൾക്ക് ഒരേസമയം 2 പരിസ്ഥിതികളുമായി പൊരുത്തപ്പെടാൻ ഡ്യുവൽ മെറ്റബോളിസം ഉണ്ടായേക്കാമെന്ന് നിർദ്ദേശിച്ചു. മറ്റൊരു സങ്കല്പം ജീവികൾക്ക് ന്യൂറൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായേക്കാമെന്നാണ്. പകൽരാത്രി ചക്രമില്ലാത്തതിനാൽ അവയുടെ മസ്തിഷ്കം തുടർച്ചയായി പ്രവർത്തിക്കാൻ പരിണമിച്ചേക്കാം. ഭൂമിയിൽ ഡോൾഫിനുകൾ ഒരു മസ്തിഷ്കാർദ്ധം ഉറങ്ങുമ്പോൾ മറ്റേത് ഉണർന്നിരിക്കുന്നതുപോലെ ഈ ജീവികൾക്ക് ഉറക്കം ഇല്ലാത്ത ഒരു ജീവിതം നയിക്കാൻ കഴിഞ്ഞേക്കാം. ടൈഡൽ ലോക്ക് ഗ്രഹങ്ങളിൽ ജീവന്റെ സാധ്യത പരിശോധിക്കാൻ ശാസ്ത്രജ്ഞർ പുതിയ സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കുന്നു. 2026 വിക്ഷേപിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന നാസയുടെ ലൈഫ് ലാർജ് ഇന്റർഫെറോമീറ്റർ ഫോർ എക്സോപ്ലാനറ്റ്സ് ടെലിസ്കോപ്പ് എമർത്ത് ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ, മീഥേൻ, ജലബാഷ്പം എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്താൻ ശ്രമിക്കും. ഈ ബയോസിഗ്നേച്ചറുകൾ ജീവന്റെ തെളിവാകാം. അതേസമയം സെറ്റി സെർച്ച് ഫോർ എക്സ്ട്രാടെറസ്ട്രിയൽ ഇന്റലിജൻസ് 2025 പുതിയ റേഡിയോ സിഗ്നലുകൾ നിരീക്ഷിക്കാൻ ഒരു പ്രോജക്റ്റ് ആരംഭിച്ചു. പ്രോക്സിമ സെന്റൗറി ബിയിൽ നിന്നുള്ള സാധ്യതകൾ ഉൾപ്പെടെ. ഇന്ത്യയുടെ എക്സോ വേൾഡ്സ് പ്രോജക്ട് 2025 ഡിസംബറിൽ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നു. അത് എൻഡ്വാർഫ് നക്ഷത്രങ്ങളെ കേന്ദ്രീകരിച്ച് അവയുടെ ഗ്രഹങ്ങളുടെ ഭ്രമണവും അന്തരീക്ഷവും പഠിക്കും. ഈ ശ്രമങ്ങൾ പകലും രാത്രിയുമില്ലാത്ത ലോകങ്ങളിൽ ജീവന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്താൻ സഹായിക്കും.